നമസ്കാരം. വെള്ളിത്തിരയിൽ നാം കണ്ട ആ വിടർന്ന കണ്ണുകളും നിഷ്കളങ്കമായ പുഞ്ചിരിയും മലയാളികളുടെയും തമിഴകത്തിൻ്റെയും പ്രിയങ്കരിയായ നടി രേവതി, മൺവാസനൈ മുതൽ ദേവാസുരം വരെ നിരവധിയായി കിടക്കുന്ന ആ അഭിനയ ജീവിതം ആരെയും അസൂയപ്പെടുത്തുന്നതാണ്. എന്നാൽ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഈ താരത്തിന് തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് ആരും ആഗ്രഹിക്കാത്ത ചില പരീക്ഷണങ്ങളായിരുന്നു. തൻ്റെ പ്രിയതമനോടൊപ്പമുള്ള ബെഡ്റൂം ദൃശ്യങ്ങൾ യൂട്യൂബിൽ പ്രചരിച്ചപ്പോൾ പകർന്നു പോയത് ഒരു നടി മാത്രമല്ല, ഒരു സ്ത്രീയുടെ അന്തസ് കൂടിയായിരുന്നു. ഇന്ന് ഈ സംഭവത്തിന് നാളുകൾക്ക് ശേഷം നാം ഇതിനെ നോക്കിക്കാണുമ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ കഥ? ഭരതൻ്റെ കാറ്റത്തെ കിളിക്കൂടുന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തിയ രേവതി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തെന്നിന്ത്യൻ സിനിമയുടെ നെടും തൂണായി മാറി. നടി എന്നതിലുപരി മികച്ച ഒരു സംവിധായിക കൂടിയാണവർ. എന്നാൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അവരുടെ വ്യക്തിജീവിതം പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു. ഛായാഗ്രാഹകൻ സുരേഷ് മേനോനുമായുള്ള വിവാഹവും പിന്നീട് നടന്ന വേർപിരിയലും എല്ലാം തന്നെ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു. ഏകാന്തതയുടെ ആ കാലഘട്ടത്തിലാണ് രേവതി തൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരാളെ സ്വാഗതം ചെയ്യുന്നത്. എന്നാൽ ആ സ്നേഹമാണ് പിന്നീട് അവർക്ക് ഒരു വൻ ചതിക്കുഴിയായി മാറിയത്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് രേവതിയുടെ സ്വകാര്യ നിമിഷങ്ങൾ അടങ്ങിയ ദൃശ്യങ്ങൾ യൂട്യൂബിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തോ അല്ലെങ്കിൽ പ്രിയതമനോ എന്ന് താൻ വിശ്വസിച്ചിരുന്ന ആൾ തന്നെയാണ് ഈ ചതിക്ക് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ രേവതി ആകെ പതറിപ്പോയി. സാങ്കേതിക വിദ്യയുടെ വളർച്ച എങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കാൻ ഉപയോഗിക്കാം എന്നതിൻ്റെ തെളിവായിരുന്നു ആ ദൃശ്യങ്ങൾ. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവി പോലും വകവയ്ക്കാതെ സൈബർ ലോകം ആ ദൃശ്യങ്ങൾ ആഘോഷമാക്കി. നാളുകൾക്കിപ്പുറം ആ ഒരു ചതിയുടെ ആഴം എത്രത്തോളമാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ പലരും ചോദിച്ചത്, ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു നടി എങ്ങനെ ഇത്തരമൊരു കെണിയിൽ വീണു എന്നാണ്. സ്നേഹത്തിന് കണ്ണില്ലെന്ന് പറയുന്നത് പോലെ താൻ വിശ്വസിക്കുന്നവർ തന്നെ ചതിക്കില്ലെന്ന ഉറച്ച വിശ്വാസമാണ് പലപ്പോഴും എല്ലാവർക്കും തിരിച്ചടിയാകുന്നത്. സൈബർ ഇടങ്ങളിൽ ഇത്തരം ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നത് നിയമപരമായി കുറ്റമാണെങ്കിലും ആ സമയത്ത് രേവതി അനുഭവിച്ച മാനസിക ട്രോമ വിവരിക്കാൻ കഴിയാത്തതാണ്. സിനിമയിലെ തൻ്റെ കരുത്തുറ്റ കഥാപാത്രങ്ങളെപ്പോലെ ഈ സാഹചര്യത്തെയും അവർ ധീരമായി തന്നെ നേരിടുകയെന്നാണ് നമ്മൾ പിന്നീട് കണ്ടത്. പോലീസിൽ പരാതി നൽകുകയും ആ ദൃശ്യങ്ങൾ നീക്കം ചെയ്യാൻ നിയമ പോരാട്ടം തന്നെ നടത്തുകയും ചെയ്തു. ഈ വിവാദത്തിന് ശേഷം രേവതി കുറച്ചു കാലം പൊതുവേദികളിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ ഇന്ന് അവർ കൂടുതൽ കരുത്തോടെ മടങ്ങിയെത്തിയിരിക്കുന്നു. വെറും ഒരു ഗോസിപ്പായി ഇതിനെ കണ്ടവർക്ക് മുന്നിൽ തൻ്റെ കഴിവും വ്യക്തിത്വവും കൊണ്ട് അവർ മറുപടി നൽകുന്നു. ഡിജിറ്റൽ യുഗത്തിൽ ഓരോ സ്ത്രീയും നേരിടുന്ന വെല്ലുവിളികളുടെ ഒരു പ്രതിരൂപമായി രേവതി മാറി. ചതിക്കാൻ പലരും ഉണ്ടാകും, എന്നാൽ തളരാതെ മുന്നോട്ടു പോകുന്നതാണ് യഥാർത്ഥ വിജയമെന്ന് അവർ തെളിയിച്ചു. രേവതിയുടെ ജീവിതം നമുക്കൊരു പാഠമാണ്. പ്രശസ്തിയുടെ വെളിച്ചത്തിൽ നിൽക്കുമ്പോഴും നിഴലായി വഞ്ചന കൂടെ ഉണ്ടാകാം. ആധുനിക കാലത്ത് ഇത്തരം ചതിക്കുഴികളെക്കുറിച്ച് നാം ബോധവാന്മാരാകണം. രേവതി എന്ന കലാകാരിയെ നാം ഇപ്പോഴും സ്നേഹിക്കുന്നത് അവരുടെ അഭിനയത്തോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താണ്? കോമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. ഇതുപോലെ സിനിമ, സീരിയൽ ചാനൽ ഗ്ലാമർ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.